ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഒരു പാർട്ടിയിലും അംഗത്വമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാതെ രാഹുൽ ഇന്ന് പിണറായിക്കെതിരെ സംസാരിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, പല തവണ പല സന്ദർഭങ്ങളിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അതായത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കൊരു പാർട്ടിയുടെയും പിന്തുണ ആവശ്യമില്ല എന്ന്. സത്യമാണ്. ആ മനുഷ്യൻ ഇന്ന് പിണറായിക്കെതിരെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ തൊട്ട് സംഭവിച്ചത് എന്താണെന്ന്. കാരണവർക്ക് വേണ്ടി ഇവിടെ കല്ലെറിയാനും കൊല്ലാനും കുറെ എണ്ണങ്ങളുണ്ട്. ഒരു ബോധവുമില്ലാത്ത കുറെ എണ്ണങ്ങൾ. ഒരു പാവം ഡ്രൈവറുടെ ജീവിതം വഴിമുട്ടിച്ചിട്ട് വേണോ ഇവന്മാരുടെയൊക്കെ ഷോ? അതാണ് എനിക്ക് തുടക്കത്തിലെ ചോദിക്കാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, കടക്ക് പുറത്തൊന്നും ഞാൻ പറയത്തില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിച്ചു നോക്കും. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു മടിയും കൂടാതെ അതിലും ക്ലിക്ക് ചെയ്തോ. വേറെ ഒന്നും കൊണ്ടല്ല, ചില ആളുകൾക്ക് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ചൊറിയും, നല്ല ചൊറിച്ചിൽ വരും. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ വീഡിയോ നശിപ്പിക്കാനായിട്ട് പല പരിപാടികളും ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ നമുക്കതിനെ തകർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഹൈപ്പിലൊക്കെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്കും തരിക. ഇനി നമുക്ക് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അതാ പിടിച്ചോ. ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPM-ന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കി വിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? അതൊന്നും പറഞ്ഞു തരാൻ ഇവിടുത്തെ പ്രവർത്തകർക്ക് പറ്റില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് പ്രവർത്തകരെ അവരുടെ അടപ്പിക്കരുത് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ ഉത്തരങ്ങളൊന്നും ഇതിനൊന്നും തരാൻ പറ്റത്തില്ല. അവർക്ക് ആകെ അറിയാവുന്നത് കല്ലെടുക്കുക എറിയുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു SFI പ്രവർത്തകൻ പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അവൻ മറ്റേ മീൻ കച്ചവടത്തിന്റെ കഥയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 2 ദിവസമായിട്ട് ഞാനത് ആലോചിക്കുന്നത്, എന്തുവാ ഇവൻ പറയുന്നത് എന്നുള്ളൊരു കാര്യം. ഞാൻ ഓൾറെഡി ആ ഒരു വിഷയം, ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. 10 ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ പോയി ഒന്ന് കാണുക നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇന്ന് രാവിലെ ആ ഒരു പാവം ഡ്രൈവർ അയാളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയാളുടെ ഒരു സങ്കടം. ആ മനുഷ്യൻ ഇതിനകത്ത് എങ്ങുമില്ല. ED ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സ്വന്തം കാറ്, മനസ്സിലായോ? ആ പുള്ളി ടാക്സി ഓടുന്നവനാ. ഇവരെയും കൊണ്ട് ഇവിടെ വന്നു തിരിച്ചു പോകുന്ന വഴിക്കാണ് ആ പാവത്തിന്റെ ചില്ലെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ചത്. എന്തിന്? ഈ പ്രവർത്തകരോടാണ്. നിനക്കൊന്നും ഓരോ പണിയില്ലാഞ്ഞിട്ട് വല്ല പണിയുള്ളവന്മാരെന്തായാലും ഇതിന്റെ പുറകെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഇറങ്ങി വിജയന്റെ ഫ്രണ്ടിൽ ചെന്ന് ജയ് വിളിക്കാൻ ഉണ്ട്. അവിടെ പോയി ജയ്യും വിളിച്ച് ഒരു കാര്യമില്ലാതെ ആ പാവത്തിന്റെ അന്നം മുട്ടിച്ചപ്പോൾ നിനക്കൊക്കെ തൃപ്തിയായോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. തുടക്കത്തില് ഒരുത്തന്റെ അന്നം മുട്ടിച്ചപ്പോൾ വീണ വിജയന്റെ അടുക്ക് നമുക്കൊന്നും ചോദിക്കാനില്ലേ? ആ 1.5 കോടിയുടെ കണക്കൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, ഉത്തരം കിട്ടത്തില്ല.
പിണുമാമൻ പറയുമോ? ഇല്ല. അന്വേഷണം നടക്കട്ടെ. കുറെ ഫയലൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. എല്ലാം പരിശോധിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പൊ ഉത്തരം കൊടുത്താൽ മതി. ഇപ്പൊ പഴയ കണക്ക് കണക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല, കാരണം മുഖ്യനല്ല. മനസ്സിലായോ? അത് അറിയാൻ ചേട്ടായിക്ക്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓളത്തിന് ചേട്ടായി മറ്റേ അകത്തുനിന്ന് മറ്റേ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വിചാരിച്ച നാട്ടുകാരെല്ലാം കല്ലെറിയാൻ നിൽക്കുവാന്ന്. പുറത്തു വന്നപ്പോഴത്തേക്ക് എല്ലാവരും മറ്റേ ജയ് ജയ് ജയ്. അത് കണ്ടപ്പോഴത്തേക്ക് മറ്റേ മാമനും ഒരു ജയും കൊടുത്തേച്ച് വലിയ എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്. കോൺഗ്രസ് അങ്ങനെയാണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്. എടേ, കോൺഗ്രസ് എങ്ങനെയാണെന്നാ താങ്കൾ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പുറത്താണ് ED ഇന്ന് റെയ്ഡ് നടത്തിയത്, അല്ലാതെ വേറെ പാർട്ടിക്കാരൊന്നും ഇടപെട്ടിട്ടല്ല. മനസ്സിലായോ? അത് ആദ്യമേ പിണുമാമൻ അറിയാം. പിന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ മറ്റേ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് നാട്ടുകാർ, നിങ്ങളുടെ പുറകെ നടക്കുന്ന ഈ അണികളുണ്ടല്ലോ, അവന്മാർ വിശ്വസിക്കുമായിരിക്കും. ജനങ്ങൾ TV-യിലൂടെയും സോഷ്യൽ മീഡിയ വഴി ഇത് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഏകദേശം കാര്യം മനസ്സിലാവും. പിണുമാമ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ കാര്യം? കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, ബാക്കി കാണാം. രാഹുൽ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് കേൾക്കണ്ടേ. നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPM-ന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെക്കുറിച്ച് ഓർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കുമെന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിൻ്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി. എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഉറപ്പായിട്ട് നിൽക്കും. ആരും നിന്നില്ലെങ്കിലും ഞാൻ ഇവിടെ വീഡിയോ ചെയ്യും. മനസ്സിലായോ? പിണുമാമൻ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മകൾ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യും. പക്ഷെ അതിനൊരു ഇവർ വരുത്തുന്നില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ. അതാണ് ഇവിടുത്തെ അണികളോടും ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുതലാളി അതിനുള്ള ഒരു ഇടം നമുക്ക് തരുന്നില്ലല്ലോ. അതെന്താ? ഉത്തരവില്ലേ? എന്തിനാ പൈസ എല്ലാം മേടിച്ചത്? അല്ല, ഇപ്പൊ ED എല്ലാം കൊണ്ടുപോയിട്ടുണ്ടേ, കുറെ പേപ്പറും കാര്യങ്ങളും ഒക്കെ പൊക്കിയെടുത്തോണ്ട് പോയിട്ടുണ്ട്. ചോദ്യം വരും. പിടികിട്ടിയോ? മാമൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മകൾക്കെതിരെ പല അലിഗേഷൻ വന്നപ്പോഴും വേറെ പുറത്തുള്ളൊരു കേസൊക്കെ ഉണ്ട്. പോട്ടെ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അന്നേ മുക്കിക്കാണോ അതിന്റെ തെളിവും ബാക്കി കാര്യങ്ങളും ഒക്കെ. അതൊന്നും ഇവിടെ ഇനിയും എടുത്തുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇനി കയ്യിൽ നിന്ന് പോവും. മകളോ മകളുടെ ഭർത്താവോ ഇനി പിണുമാമൻ തന്നെയോ അകത്ത് പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ലടേ. കാരണം ആരാണ് മുൻ മുഖ്യമന്ത്രി? തൊടാൻ പറ്റുമോ? ഇല്ല. കുറേ നാളിങ്ങനെ തള്ളിക്കളിച്ച് ഇങ്ങനെ പോകും. പക്ഷെ ജനങ്ങൾക്ക് ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അങ്ങ് നാണം കെട്ട പരാജയത്തിൻ്റെ ഒരു കാരണം അതൊക്കെ തന്നെ. ഒന്നുകിൽ അഹങ്കാരം കുറയ്ക്കുക, ഇല്ലെങ്കിൽ കൈയിട്ട് വാരൽ കുറയ്ക്കുക. ഇത് കൈയിട്ട് വാരുകയും ചെയ്യണം, എന്നിട്ട് അഹങ്കാരവും ആരെങ്കിലും വെച്ച് കുറിപ്പിക്കുമോ? അത് ഇല്ല. അത്രയേ ഉള്ളൂ. കരിമണൽ കർത്തയൊക്കെ വീട് ഉത്തരവൊന്നും കിട്ടത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ. ഇവിടുത്തെ അണികളുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പോടാ ഞങ്ങളുടെ സഹാവടാ, ഞങ്ങളുടെ ഇരട്ടച്ചങ്കൻ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അവന്മാർക്ക് ഇതേ അറിയത്തുള്ളൂ പറയാൻ. മനസ്സിലായില്ലേ? എന്തെങ്കിലും ചെറിയ പാറ്റ വല്ലതും കയ്യിലോട്ട് കൊടുക്കും, ഹാപ്പി. ബാക്കി ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി.
ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പൊ അതിന് കൃത്യമായ അയ്യോ, ഭയപ്പെടലൊന്നുമില്ല ഞങ്ങളുടെ ചേട്ടായിക്ക്. ചേട്ടായി ഇരട്ടച്ചങ്കനല്ലയോ, ചേട്ടൻ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി നാണക്കേട്, അയ്യോ ഞാൻ മുക്കിയത് മൊത്തം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് വീണ്ടും മന്ത്രിയാവാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു സാധനം അകത്ത് കിടപ്പുണ്ടായിരിക്കും. ഒരു നാണക്കേടും ചളുപ്പും, അത്രേ ഉള്ളൂ. പേടിയൊന്നുമില്ല. ഇരട്ടച്ചങ്കൻ നല്ലയോ കൊച്ചു പിള്ളേരെ കൊണ്ടുവരെ വിളിപ്പിച്ചോണ്ടിരുന്നത്. ബാക്കി കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിജയ ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതി കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിന്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ശ്രീ വിജയൻ, ഉളുപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും വാചകം ഓർമ്മയിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിയന്തരമായി പ്രതിപക്ഷ നേതൃപദവിയും അതുപോലെ തന്നെ ധർമ്മടം MLA പദവിയും രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ മറ്റുള്ളവർക്ക് നേരെ എറിഞ്ഞ ധാർമ്മികതയുടെ ആ വാക്കുകൾ സ്വയം കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ക്ലീശയായ ഒരു ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നു. നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഈ നാട് പകരം ചോദിക്കും. നിന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ തലമേൽ പതിക്കുക തന്നെ ചെയ്യും. മറക്കണ്ട, ഒന്നും മറക്കാൻ ഈ നാട് ഉദ്ദേശിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പിണുമാവന്റെ അടുക്കൽ ആ വിളച്ചിൽ നടക്കത്തില്ല കേട്ടാ. നാട്ടുകാർ മൊത്തം ചോദിച്ചാലും പിണുമാവൻ പറയും കടക്കടാ പുറത്ത്, കടക്കടിയ പുറത്ത്, ഇത് പറയും. അത് പിണുമാവന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാ, മനസ്സിലായില്ലേ? ഇന്ന് ഒട്ടും ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ഈ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. എന്നിട്ട് കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് കോൺഗ്രസ് ഇടപെട്ടില്ല, എണ്ണയെ പിടിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ് ഇടപെട്ടില്ല, ഇത് വേറെ കളിയാണ്. എന്ത് കളിയാന്നാ സാധാരണക്കാരൻ ഒരുത്തരും മനസ്സിലാവുന്നില്ല. ഇത് എന്ത് കളിയാന്നാ ചേട്ടായി പറയുന്നത്? പിണുമാമോ എന്ത് കളിയാ? ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നിട്ട് നിങ്ങളെ ഇടി ചോദ്യം ചെയ്യാൻ വന്നതിനകത്ത് കളിയാ? എന്ത് കളി? ഫുട്ബോൾ കളിയാ? ഇരുന്നങ്ങ് തള്ളുക. നാട്ടുകാര് മണ്ടന്മാരല്ല കേട്ടാ, പണ്ടത്തെ കാലമല്ല, പുച്ഛിക്കും ആൾക്കാർ. അല്ല, അതേ ഉള്ളൂ താങ്കൾക്ക് ഇപ്പൊ കിട്ടുന്നത്. ഇനി ഞാൻ ഒരു ക്ലിപ്പും കൂടെ വെച്ച് തരാം. ഒരു പാവൻ ടാക്സി ഡ്രൈവറുടെ കാര്യം പറഞ്ഞല്ലോ, അയാളുടെ ഒരവസ്ഥ. എടാ പ്രവർത്തകരെ, നീ എന്തോ ഇന്നങ്ങ് കാണിച്ചപ്പോഴത്തേക്ക് ഇന്ന് അവിടെ ഇവിടെ വൈകുന്നേരങ്ങളിൽ പലയിടത്തുനിന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പലയിടത്തും മറ്റേ ജാഥയൊക്കെ നടക്കുന്നത് കണ്ട്, വിളക്കൊക്കെ കത്തിച്ച്. എന്തിനാ ഒരു പാവപ്പെട്ടവന്റെ കഞ്ഞൂടി മുട്ടിച്ചതിനാ? അതിൻ്റെയാണോ? നാണക്കേട് തോന്നി, നാണക്കേട്. ഒരു കാലത്ത് നമ്മളുമൊക്കെ ആയിരുന്നടേ, ഇന്ന് നാണക്കേടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത്. അത് ഇന്നും ആ പാർട്ടിയോട് സ്നേഹമുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഇവിടെ ഒരുത്തനും വിചാരിക്കണ്ട. പാർട്ടിയോട് ഇന്നും സ്നേഹമുണ്ട്. പക്ഷേ ആ പാർട്ടിയിലെ പല ആളുകളോടും അവരുടെ പല പരിപാടികളോടും നമുക്ക് വിയോജിപ്പ് തന്നെയാണ്. ഇതും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. എല്ലാവരും കൂടി കയറി കരിങ്കല്ലും ഇതുമായിട്ട് കയറി അടിച്ചതാ കൂട്ടത്തോടെ നിന്ന്. ചില്ലി എറിച്ചതാ. അല്ല വേറെ കണ്ണിന് എക്സ്റേ എടുക്കാൻ പറഞ്ഞായിരുന്നു. കൈക്ക് ചില്ലി കയറിയിരുന്ന അതെടുത്തായിരുന്നു. വേറെ ആർക്കും പരിക്ക് മറ്റേ ഒരു ലേഡിക്ക് എന്തോ പറ്റിയായിരുന്നു. ഒരു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. എവിടെ നിന്ന് അറിയത്തില്ല. അങ്ങനെ എന്തോ ആണ്, പിന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ തമ്പാനൂര് സ്റ്റാൻഡിൽ. ഞാൻ ഇത് ഇങ്ങനെ ഒരാൾ വിളിച്ചു തന്നത് ഓട്ടോ. പാവം, അവന്റെ നല്ല ഒന്നാം തരം ദിവസമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. തമ്പാനൂർ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഒരു പാവപ്പെട്ടവനെ. ഫ്രണ്ടിലത്തെ ഗ്ലാസും പോയി, സൈഡിലത്തെയും പോയി, ബാക്കിലത്തെയും പോയി. എത്ര രൂപയാവും ഇനി? ആര് കൊടുക്കും അതിന്? ആര് കൊടുക്കും? ഈ അണികൾ കൊടുക്കുവോ? പിണുമാമ നിങ്ങൾ കൊടുക്കുവോ? ഇടിക്കാർക്കൊന്നും അല്ല, ഇടി ഉദ്യോഗസ്ഥർക്കല്ല പണി കിട്ടിയത്. ഒരു സാധാരണക്കാരൻ്റെ വണ്ടിയുടെ ചില്ല തല്ലിപ്പൊട്ടിച്ച നിങ്ങളുടെ അണികൾ ചെയ്തു കൊടുക്കുവോ ഈ പാവപ്പെട്ടവന്? അല്ല, അങ്ങനെ ചെയ്തു കൊടുക്ക്. അതാണ്, അങ്ങനെ ചെയ്തു കൊടുത്ത പിണുമാമ. അതേ ഒരു ചല്യൂട്ട് ഞാനങ്ങ് തരാം.
പക്ഷേ അതിനൊന്നും പിണുവാമിന് സമയമില്ലല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.